നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി. 11 പ്രതികളുടെ ശിക്ഷാ ഇളവ് റദ്ദാക്കി സുപ്രീം കോടതി. പ്രതികളെ വിട്ടയക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും കോടതി. മുഴുവൻ പ്രതികളും 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേന്ദ്രത്തിനെതിരെ ധനമന്ത്രി. സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടിയെന്ന് ബാലഗോപാൽ. മോദി സർക്കാരിന്റെ നടപടി ഓരോ കേരളീയനെയും ബാധിക്കും. വരാനിരിക്കുന്നത് വലിയ ചെലവുകളുള്ള മാസമെന്നും ധനമന്ത്രി ന്യൂസ് 18നോട്. പിന്നിൽ രാഷ്ട്രീയമെന്ന് തോമസ് ഐസക്. സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമം രൂക്ഷം. വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ. കാരുണ്യ ഫാർമസികളും കാലി. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം. പ്രിയ വർഗീസിന്റെ നിയമന കേസ് സുപ്രീം കോടതി പരിഗണിക്കും. UGC വാദങ്ങളെ എതിർത്ത് കണ്ണൂർ സർവകലാശാല സത്യവാങ്മൂലം സമർപ്പിച്ചു. നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിലെന്ന് പ്രിയ. കൊച്ചിയിൽ ലോഡ്ജിൽ യുവതിക്ക് നേരെ ആക്രമണം. ലോഡ്ജ് ഉടമയും സുഹൃത്തും കസ്റ്റഡിയിൽ. വാക്തർക്കത്തിനിടെ ഉടമ മർദ്ദിച്ചെന്ന് പരാതി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. മരിച്ചത് പരിമളം. ആക്രമണം പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിൽ. കലോത്സവം അവസാന ലാപ്പിൽ കോഴിക്കോടൻ മുന്നേറ്റം. പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. തൊട്ടു പിന്നിൽ കണ്ണൂർ. സമാപന സമ്മേളനം വൈകിട്ട്. മമ്മൂട്ടി മുഖ്യാതിഥി. വിശദമായ വാർത്തയിലേക്ക്. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. 11 പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി 11 പ്രതികളും 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്നും നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, വിധി പ്രസ്താവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, 2022 ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും കുടുംബത്തിലെ കുഞ്ഞുൾപ്പെടെ 7 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് നിർണായകമായ വിധി വന്നിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ 2022 ഓഗസ്റ്റ് 15-ന് 11 പ്രതികളെ ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകയായ രേവതി ലോൾ എന്നിവരും ബിൽക്കിസ് ബാനുവും കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിലാണ്, ഹർജിയിലാണ് ഇപ്പോൾ ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ നിർണായകമായ വിധി. ഈ 11 പ്രതികളെയും മോചിപ്പിച്ച നടപടി അത് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഗുജറാത്ത് സർക്കാരിനെതിരെ വലിയ വിമർശനവും കോടതി ഉന്നയിച്ചിരിക്കുന്നു. അതായത് ഈ കേസിന്റെ വിചാരണയൊക്കെ തന്നെ നടന്നത് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് സർക്കാരിനല്ല ഈ തീരുമാനമെടുക്കാനുള്ള അധികാരം, മറിച്ച് മഹാരാഷ്ട്ര സർക്കാരിനാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, മെയ് 2022 പ്രതികൾ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു ഹർജി നൽകുന്നത്. അങ്ങനെ അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനെ കോടതിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഒരു അനുകൂല വിധി സമ്പാദിച്ചത്. പക്ഷേ ഗുജറാത്ത് സർക്കാരാകട്ടെ ആ വിധി ലഭിച്ച ഉടൻ തന്നെ ഇവരെ മോചിപ്പിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചതെന്നുകൂടി കോടതി വ്യക്തമാക്കിയുണ്ടായി. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ പ്രതികളെ തീരുമാനമെടുക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണ്. പ്രതികളെ മോചിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ മഹാരാഷ്ട്ര സർക്കാരാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് ഗുജറാത്ത് സർക്കാർ കോടതിയിലടക്കം പറഞ്ഞതാണ്. പക്ഷേ മെയ് 2022 സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ അതിൽ കോടതിയെ ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ അപ്പീൽ പോകുന്നതിന് പകരം മോചിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ചെയ്തത് എന്ന വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ റദ്ദാക്കുകയാണ് കോടതി ചെയ്തത്. മഹാരാഷ്ട്ര സർക്കാരിനാണ് ഇതിനുള്ള അധികാരമെന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെ ഈ കേസിന്റെ വാദത്തിലുടനീളം ഗുജറാത്ത് സർക്കാർ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചെന്ന വിമർശനവും കോടതി നടത്തുകയും ചെയ്തു. ഏതായാലും
ഇവരെ മോചിപ്പിച്ച നടപടികൾ, പ്രതികളെ മോചിപ്പിച്ച നടപടികൾ റദ്ദാക്കിയതോടുകൂടി ഇവർക്ക് വീണ്ടും ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. അക്കാര്യവും കോടതി വിധിന്യായത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് മുമ്പാകെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹാജരാക്കണം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ബിൽക്കീസ് ബാനുവിനെ സംബന്ധിച്ചിടത്തോളം വൈകി വന്ന നീതിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അശ്വതി. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ന്യൂസ് 18നോട്. കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും. കേന്ദ്രം തുടർച്ചയായി ഇത്തരം നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ചെലവുകളുള്ള മാസങ്ങളാണ് മുന്നിലുള്ളതെന്നും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വല്ലാത്ത ഒരു അശനിപാതം പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിരന്തരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയാം, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും. ഇപ്പൊ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ കൂടിയാണ് പോകുന്നത്. എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതിയാണ് ഇരിക്കുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ മനയേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈദ്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും. അർഹമായത് കിട്ടുന്നില്ല. നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത്, അവർ തരേണ്ടത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത്. കണക്കുകളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നവകേരള സദസ്സ് സംബന്ധിച്ച് വന്ന പരാതികൾ 2-3 തരം പരാതികളുണ്ട്. ക്വിക്കായിട്ട് എടുക്കേണ്ടതുണ്ട്, ചിലത് കുറച്ച് സമയമെടുക്കും. ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. അതനുസരിച്ച് നോക്കിയാലേ പറ്റൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന ആരോപണത്തിൽ ലോകായുക്ത വിധിക്കെതിരായ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെയും മുൻ മന്ത്രിമാരുടെയും നിലപാട് തേടി ഹൈക്കോടതി ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്ക് കത്തയക്കും. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, ഹൈക്കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് ആരോപിച്ചാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഇന്ന് വന്നത്. 1ാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നേരത്തെ ഹർജി നൽകിയത്. ഈ ഹർജി ലോകായുക്ത തള്ളിയിരുന്നു. അതിനെതിരായ അപ്പീലാണ് RS ശശികുമാർ ഹൈക്കോടതിയിൽ നൽകിയത്. ചീഫ് ജസ്റ്റിസ് AJ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ പരിഗണിക്കുകയും ചെയ്ത് ലോകായുക്തയുടെ വിധി റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പരാതിക്കാരൻ അപ്പീലായി ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്ക് നിയമസാധ്യതയില്ലെന്നായിരുന്നു നേരത്തെ ലോകായുക്തയുടെ വിധി. ഇതിനെതിരായിട്ടുള്ള അപ്പീലാണ് ഇന്ന് പരിഗണിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി എന്നാണ് ആരോപണം ഉണ്ടായിരുന്നത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക കത്ത് നൽകാനും ഒപ്പം തന്നെ മുൻ മന്ത്രിമാരുടെ നിലപാട് തേടി നോട്ടീസ് അയക്കാനുമാണ് ഇന്നത്തെ തീരുമാനമുണ്ടായിട്ടുള്ളത് കോടതിയുടെ ഭാഗത്തുനിന്ന്. ഒപ്പം ഈ അപ്പീൽ ഹൈക്കോടതി ഫയൽ സ്വീകരിക്കുകയും ചെയ്തു. ശരി പ്രകാശ്. കൊച്ചിയിൽ ലോഡ്ജിൽ യുവതിക്ക് നേരെ ഉടമയുടെ ആക്രമണം. യുവതിയുടെ പരാതിയിൽ ഉടമ ബെൻജോയ്, സുഹൃത്ത് ഷൈജു എന്നിവരെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോട്ടലിൽ നടന്ന വാക്തർക്കത്തിനിടെ ഉടമ മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതി. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, യുവതിയുടെ പരാതിയുണ്ട്. ആ പരാതി ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ആ CCTV-യിലുണ്ട്. അശ്വതി, ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടന്നത്. എറണാകുളം നോർത്തിലുള്ള ഡെൻ ടൂറിസ്റ്റ് ഹോമിലായിരുന്നു യുവതിയും ഒപ്പം ഉണ്ടായിരുന്ന 4 യുവാക്കളും മുറിയെടുത്തത്. ഇവർ 2 മുറിയാണ് എടുത്തത്. അതിനുശേഷം ഇവർ പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ആദ്യം ഈ ഹോട്ടൽ ഉടമയുടെ ഒരു സുഹൃത്ത് ഷൈജുവുമായി ഇവർ വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം ഷൈജുവും ഈ ഹോട്ടൽ ഉടമ ബെൻജോയുമായി തർക്കമുണ്ടാവുകയും ഇവർ ഈ യുവതിയും ഒപ്പം ഉണ്ടായിരുന്ന
ഈ സുഹൃത്തുക്കളെ മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ പോലീസ് സ്റ്റേഷനിൽ നോർത്ത് പോലീസിന് പരാതി നൽകി. നോർത്ത് പോലീസാണ് ഇപ്പോൾ ഈ ഉടമ ഗഞ്ചോയെയും സുഹൃത്ത് ഷൈജുവിനെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ യുവതിയുടെ മുഖത്ത് അടിക്കുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ അടക്കം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഇതിലൊക്കെ യുവതിയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയ വർഗീസിന്റെ നിയമനം സംബന്ധിച്ച കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ UGC വാദങ്ങളെ എതിർത്ത് കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടവിരുദ്ധം അല്ലെന്നാണ് സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ UGCയും രണ്ടാം റാങ്കുകാരനായ ജോസഫ് സ്കറിയയും സമർപ്പിച്ച അപ്പീൽ ഹർജിയിലാണ് സർവകലാശാല രജിസ്ട്രാർ നിലപാട് അറിയിച്ചത്. മുഴുവൻ സമയ PhD കാലയളവും സർവീസായി പരിഗണിച്ചത് UGC റെഗുലേഷന് ഘടകവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കും. ഗവർണർക്കെതിരെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ആരിഫ് മുഹമ്മദ് ഖാൻ അഹങ്കാരത്തിന്റെ ആൾരൂപമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിമർശിച്ചു. ഇടതുപക്ഷ സർക്കാരിനെ ജനപക്ഷ നിലപാടുകളെ എങ്ങനെ തുരങ്കം വയ്ക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തുന്ന ആളാണ് ഗവർണർ. ഗവർണറുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചതറിഞ്ഞ് ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതേ ദിവസം തന്നെ ജില്ലയിലെത്തുന്നത്. ഹർത്താലും രാജ്ഭവൻ മാർച്ചും വൻ വിജയമായിരിക്കുമെന്നും CV വർഗീസ് പ്രതികരിച്ചു. 2024 ജനുവരി മാസം 9-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കായ കൃഷിക്കാർ രാജ്ഭവന്റെ മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് തടസ്സമുണ്ടാക്കാൻ കഴിയുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന ജനപക്ഷ നിലപാടുകളെ എങ്ങനെയാണ് തുരങ്കം വെക്കാൻ കഴിയുക എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അഹങ്കാരത്തിന്റെ ആൾരൂപമായ ആരിഫ് മുഹമ്മദ് ഖാന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരമൊരു സമരരൂപം തെരഞ്ഞെടുക്കാനിടയായിട്ടുള്ളത്. ഈ സമരത്തിന്റെ പ്രഖ്യാപനം സംബന്ധിച്ച് ജനുവരി നടത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭരണാധികാരിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ധിക്കാരത്തിന്റെ സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ ജനുവരി 9 തന്നെ അദ്ദേഹം ഇടുക്കി ജില്ലയിലേക്ക് മർച്ചന്റ് അസോസിയേഷന്റെ പ്രോഗ്രാം കൊടുത്ത് ഈ ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞത്. ഭൂവിനിയോഗ നിയമ ബില്ല് ഒപ്പിടാത്ത ഏകാധിപതിയായ ധിക്കാരിയായ ഗവർണർക്കെതിരായി സംഘടിപ്പിക്കുന്ന ഈ ജനകീയ പോരാട്ടത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹായം ഉണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഗവർണർക്കെതിരായ MM മണിയുടെ പരാമർശത്തിനെതിരെ AP അബ്ദുള്ളക്കുട്ടി. MM മണി വായ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നാറിത്തരം പറയാനുമാണ്. ഗവർണർക്കെതിരെയുള്ള മണിയുടെ പരാമർശങ്ങൾ കേരളത്തിന്റെ അന്തസ്സിനും സംസ്കാരത്തിനും യോജിച്ചതല്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. MM മണി ഗവർണർക്കെതിരെ ഞാൻ അദ്ദേഹത്തെ തടയും, ഇവിടെ കാലുകുത്താൻ വിടില്ല എന്നൊക്കെ പറയുന്നു. MM മണി, നിങ്ങൾ കുറച്ച് പ്രായമായ ആളാണ്. നല്ല ചോരത്തിളപ്പുള്ള ആശവും SFIക്കാരും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അദ്ദേഹം തുറക്കുന്നത് ഇതുപോലത്തെ നാറിത്തരം പറയാൻ വേണ്ടി മാത്രമാണ്. MM മണി തുറക്കുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് ഭക്ഷണം കഴിക്കാനും മറ്റൊന്ന് തെറി പറയാനും. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടിയില്ല. ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭരണഘടനാ പദവിയാണ്. ആ ഗവർണർക്കെതിരെ ഇത്തരം വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിനും അന്തസ്സിനും ചേർന്നതല്ല. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള സ്തുതിഗീതത്തെ തള്ളാതെ LDF കൺവീനർ EP ജയരാജൻ. ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അതിൽ തെറ്റില്ല. എന്നാൽ നേരത്തെ P ജയരാജനെ ഇതേ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണ്, അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട എന്നും EP ജയരാജൻ പറഞ്ഞു. മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും, പാട്ട് പാടും, നാടകമുണ്ടാക്കും, സിനിമയുണ്ടാക്കും. അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്.
ആ നിലയിൽ ആ പ്രശ്നങ്ങൾ കണ്ടാൽ മതി. പി ജയരാജന്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല. അതിൽ കഴിഞ്ഞു പോയൊരു അധ്യായം. ജയരാജന്റെ കുറിച്ച് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഒരു സംഘടനയും ഇല്ല. ആരെങ്കിലും ഉണ്ടാക്കിയതിന്റെ ഒന്നും പിതൃത്വം പി ജയരാജൻ ഏറ്റെടുക്കത്തിട്ടില്ല. ഇത് പി ജെ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലര് ഇങ്ങനെ ചില ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പി ജയരാജനാണോ? ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം എത്ര വലുതാണ്? അതുപോലെ മനുഷ്യരിലുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും. അതൊന്നും നിങ്ങളിപ്പോൾ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച് അതൊരു പ്രചരണമാക്കേണ്ട ഒരു കാര്യവുമില്ല. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരത്തിൽ. പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ 223 സീറ്റുകൾ നേടിയാണ് ഹസീനയും അവാമി ലീഗും അധികാരം നിലനിർത്തിയത്. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ ഷെയ്ഖ് ഹസീന തന്നെ ബംഗ്ലാദേശിനെ നയിക്കും. 3-2 ഭൂരിപക്ഷം നേടി അവാമി ലീഗ് വിജയം ആവർത്തിച്ചപ്പോൾ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് 5ാം തവണ, തുടർച്ചയായി 4ാമതും. പ്രധാന പ്രതിപക്ഷമായ BNP അടക്കമുള്ള കക്ഷികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും ജനങ്ങൾ വോട്ടെടുപ്പിന്റെ ഭാഗമാകരുതെന്ന് ആഹ്വാനം നൽകുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് 40% വോട്ടുകൾ മാത്രം. കഴിഞ്ഞ തവണ ഇത് 80% മുകളിലായിരുന്നു. ആകെയുള്ള 300 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത് 299 മണ്ഡലങ്ങളിൽ. ഇതിൽ 223 അവാമി ലീഗ് വിജയിച്ചു. മത്സരരംഗത്തുണ്ടായിരുന്ന ജാത്തിയ പാർട്ടി 11 സീറ്റുകൾ നേടി. ബംഗ്ലാദേശ് കല്യാൺ പാർട്ടിയും ജാത്തിയ സമാജ് തന്ത്രിക് പാർട്ടിയും വർക്കേഴ്സ് പാർട്ടി ഓഫ് ബംഗ്ലാദേശും 1 സീറ്റ് വീതം നേടി. 62 മണ്ഡലങ്ങളിൽ സ്വതന്ത്രർക്കാണ് വിജയം. ഷെയ്ഖ് ഹസീന ഗോപാൽഗഞ്ച് 3 മണ്ഡലത്തിൽ നിന്ന് 2,49,000 വോട്ടുകൾക്ക് വിജയിച്ചു. 1986 ശേഷം 8ാം തവണയാണ് ഹസീന ഇവിടെ വിജയിക്കുന്നത്. അതേസമയം രാജ്യത്ത് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ വേണ്ടെന്ന് ഹസീന പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമായിരിക്കെയാണ് ഒരു കാലത്ത് ജനാധിപത്യത്തിനായി പടപൊരുതിയ ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം മരുന്നിന് പോലുമില്ല മരുന്ന്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു. വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്ന് രോഗികൾ പറയുന്നു. കാരുണ്യ ഫാർമസികളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം വീണ്ടും രൂക്ഷമാകുകയാണ്. ആവശ്യ മരുന്നുകൾ വില കുറവുള്ളവ ലഭ്യമാണ് എങ്കിലും വില കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന മരുന്നുകളാണ്. പ്രധാനമായും പനിക്കും മറ്റുമുള്ള സിറപ്പുകളടക്കമാണ് കൂടുതലായും ലഭ്യമാകാതിരിക്കുന്നത് എന്നാണ് രോഗികൾ വ്യക്തമാക്കുന്നത്. വലിയ വിലയുള്ള മരുന്നുകളടക്കം പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ. കാരുണ്യ ഫാർമസിയിലും സമാനമായ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. വിലപിടിപ്പുള്ള മരുന്നുകൾ ഫാർമസിയിൽ ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. മരുന്നുകൾ എത്തിക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്ന ഒരു പരാതിയും രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏറെ ദിവസങ്ങളായി ഒരു സിറപ്പിനും മറ്റുമായി കയറിയിറങ്ങേണ്ട അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ സിറപ്പ് വാങ്ങുന്നതിന് വേണ്ടി ഡോക്ടറെ കണ്ടതിന് ശേഷം ഫാർമസിയിൽ എത്തിയവർക്ക് ഇപ്പോഴും ആ സിറപ്പുകൾ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് രോഗികൾ വ്യക്തമാക്കുന്നത്. ഇപ്പം മരുന്നിന് എഴുതിയപ്പോൾ സിറപ്പാണ് കിട്ടാത്തത്. ടാബ്ലറ്റ് 5 കിട്ടി. 140 രൂപ വരെയായി ചുമയ്ക്കുള്ള മരുന്ന് സിറപ്പ്. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ജനലാശുപത്രിയിൽ തന്നെയാണ് ഞങ്ങൾ. കുറച്ച് ദിവസം കൊണ്ടാണ് അവർ പറഞ്ഞത്. വേറൊന്നുമില്ല, സിറപ്പില്ല, പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. വലിയ വിലയായിരിക്കും. ജനറൽ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകുമ്പോഴും രോഗികൾക്ക് ആവശ്യ സമയത്ത് മരുന്നുകൾ എത്തിക്കാൻ വൈകുന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി തുടങ്ങിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് 1 വർഷം പൂർത്തിയായിട്ടും പരാതികൾ തീരുന്നില്ല. പല രോഗങ്ങൾക്കും ചികിത്സ തേടി ആശുപത്രിയിൽ പോയാൽ മെഡിസെപ്പ് ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നാണ് സർക്കാർ ജീവനക്കാരുടെ പരാതി. മെഡിസെപ്പ് ആനുകൂല്യമുണ്ടെങ്കിലും മുട്ട് ശസ്ത്രക്രിയ, ഇടുപ്പെല്ല് ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് രോഗികൾ.
മെഡിസെപ്പ് ആരംഭിച്ചത് ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും വിഹിതം ശേഖരിച്ചാണ്. സർക്കാർ ആവേശത്തോടെ നടപ്പാക്കിയ പദ്ധതിക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത്. 2022 ജൂലൈ 1-നാണ് മെഡിസെപ്പ് പദ്ധതിയുടെ തുടക്കം. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരുമടക്കം 30 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിയിൽ അംഗങ്ങളായവർ പ്രതിമാസം 500 രൂപ വീതമാണ് അടയ്ക്കേണ്ടത്. ഓരോ കുടുംബത്തിനും 3 വർഷത്തേക്ക് 3 ലക്ഷം രൂപയായിരുന്നു പരിരക്ഷ. ഇതിൽ ഒരു വർഷത്തേക്ക് 1.5 ലക്ഷത്തോളം രൂപ ഉപയോഗിക്കണമെന്നും അല്ലാത്തപക്ഷം ആ തുക അസാധുവാകുമെന്നുമായിരുന്നു കരാർ. മിക്കവാറും രോഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ ചികിത്സകൾക്ക് മെഡിസെപ്പ് പരിരക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി. ഇടുപ്പെല്ലിന് പ്രശ്നമുള്ള ആൾ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ കയ്യിൽ നിന്ന് തുക നൽകേണ്ടി വരും. മെഡിസെപ്പിന്റെ കീഴിലാണെങ്കിലും ചില രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറിയത് ചികിത്സ തേടുന്നവരെ വെട്ടിലാക്കി. ക്യാഷ്ലെസ് പദ്ധതി എന്ന് പറഞ്ഞ മെഡിസെപ്പ് ഇപ്പോൾ അങ്ങനെയല്ലെന്ന പരാതിയും വ്യാപകമാണ്. മെഡിസെപ്പുമായി കരാറുള്ള ആശുപത്രികളിൽ പോയാൽ പോലും പണം നൽകേണ്ട അവസ്ഥയാണെന്ന് ഉപഭോക്താക്കൾ കുറ്റപ്പെടുത്തുന്നു. ഇൻഷുറൻസ് പരിരക്ഷാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി കാക്കനാട്ടെ സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ സിനഡ് കുർബാന തടയാൻ ശ്രമം. ഒരു വിഭാഗം പള്ളി വികാരിയുടെ മുറിയിൽ കയറി പ്രതിഷേധിച്ചു. പോലീസ് എത്തി പ്രതിഷേധക്കാരുമായും വൈദികനുമായും ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഒരാൾ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അവർ പോലും പ്രതികരിച്ചില്ല. പേടിച്ചിട്ടായിരിക്കും. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ആദ്യം ക്ഷണം ലഭിച്ചത് അമൃതാനന്ദമയിക്ക്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് അമൃതാനന്ദമയിക്ക് ക്ഷണപത്രം നൽകിയത്. ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ട്രഷറർ ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22-ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുക. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരിലെ 2 സ്പെഷ്യൽ ഗസ്റ്റുകളാണ് രാമനും സീതയും. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ രാമന്റെയും സീതയുടെയും മുഖമായി ഇപ്പോഴും നിലകൊള്ളുന്നവരാണ് ക്ഷണിക്കപ്പെട്ടവരിലെ ഈ സ്പെഷ്യൽ ഗസ്റ്റുകൾ. അരുൺ ഗോവിലും ദീപിക ചിഖാലിയയും. രാമാനന്ദ് സാഗർ 36 വർഷം മുൻപ് സംവിധാനം ചെയ്ത രാമായണത്തിൽ രാമനും സീതയുമായി അരങ്ങിലെത്തിയവർ. 22-ന് അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചരിത്ര നിമിഷമാണെന്നും അതിൽ പങ്കെടുക്കാനാകുന്നത് ജീവിതത്തിലെ അഭിമാന നിമിഷമെന്നും ദീപിക ചിഖാലിയ പറയുന്നു. സീതയായി വേഷമിടാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹമായിരുന്നു. സീതയായി ഒരുപാട് പേർ വേഷമിട്ടിട്ടുണ്ടെങ്കിലും തന്നെ പലരും ഇപ്പോഴും സീതയായി ഓർക്കുന്നതിൽ സന്തോഷിക്കുകയാണ് ദീപിക. ചടങ്ങിനായി ലഭിച്ച ക്ഷണക്കത്തിൽ സീതയെന്ന് അഭിസംബോധന ചെയ്തതിലെ സന്തോഷവും ദീപിക പങ്കുവയ്ക്കുന്നു. രാമന് അയോധ്യയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ ദീപികയ്ക്ക് ഒരു സങ്കടം മാത്രം. ക്ഷേത്രത്തിൽ രാമനൊപ്പം സീതാദേവിയില്ല. ക്ഷേത്രത്തിൽ രാമവിഗ്രഹത്തിനൊപ്പം സീതാദേവിയുടെ വിഗ്രഹവും സ്ഥാപിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുകയാണ് രാമായണത്തിലെ സീത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഭക്തി. എല്ലാ ആരാധനകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില വിശ്വാസങ്ങൾ ഭക്തി ഉള്ളവർക്കും ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാകും. അങ്ങനെ ഒരു കൗതുക വാർത്ത ശബരിമലയിൽ നിന്നുണ്ട്. ഇത് വിഷ്ണുഗോപാൽ വി. തിരുവിതാംകൂർ ദേവസ്വത്തിലെ താത്കാലിക ജീവനക്കാരനാണ്. വിതുര സ്വദേശിയാണ്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം ലഭിച്ചത്. മുമ്പ് ജോലി ചെയ്തത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. ഇനിയുള്ള കാര്യം ഞങ്ങൾ പറയുന്നില്ല. അനുഭവമെല്ലാം അനുഭവസ്ഥനും ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും പറയും. ജന്മന ലേഡീസിൻ്റെ ശബ്ദം വരുന്നു. പിന്നീട് ഇവിടെ മണിമണ്ഡപത്തിൽ വന്ന ശേഷമാണ് നല്ല ശബ്ദം കിട്ടിയത്, നല്ല ശബ്ദം റെഡിയായത്. പിന്നെ പല പല ആശുപത്രികൾ ചെന്ന് കൊണ്ട് കാണിച്ചപ്പോൾ ശബ്ദം നല്ല ശബ്ദമില്ലായിരുന്നു. പിന്നെ മേൽശാന്തി ചെന്ന് കണ്ട് പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെ അയ്യപ്പൻ്റെ എല്ലാ ശക്തിയും ഒരു വിശ്വാസം തന്നെയാണ്.
ദിവസം അദ്ദേഹം പൂജകളിലും ഒക്കെ ഞാൻ പങ്കെടുക്കുന്ന കാണാറുണ്ട്. ദിവസം ഇത് വളരെ ആത്മാർത്ഥയോടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്നോട് ഇപ്പോൾ വന്നിട്ടാണ് പറഞ്ഞത്, തിരുമേനി നല്ല എനിക്കത് ശബ്ദം പഴയ പോലെ കിട്ടി, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് നമസ്കരിച്ച് വന്നിട്ട് ഒരുപാട് സന്തോഷം തോന്നി. സ്വാമി ശരണം. ഭഗവാനുണ്ട് ഇവിടെ, സത്യമാണ്, ഭഗവാനുണ്ട് ഈ മണ്ണിൽ, അതിൻ്റെ തെളിവാണിത്. അമ്മക്ക് സത്യമുണ്ട്, ഉറപ്പ്, തെളിവാണിത്. ദൈവം അനുഗ്രഹിച്ചവനെ. നമ്മൾ നേരിട്ട് കണ്ട അനുഭവം അറിഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ആദ്യം തൊട്ടേ ഈ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരിട്ട് കാണുമല്ലേ, ഇപ്പം പെട്ടെന്ന് സൗണ്ട് മാറുമെന്ന് പറയുമ്പോൾ അത് അതിശയം തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെയുമാകാം. ന്യൂസ് 18 സന്നിധാനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4785 രൂപ, പവന് 38,280 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. ഇനി കലോത്സവ വിശേഷങ്ങൾ കാണാം. നമസ്കാരം. പവനേ